വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ചെയ്യുന്നത്. ഇത് ആമസോണിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. ആമസോണിൻ്റെ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നൊരു ഹോൾ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുവരെ എനിക്ക് കുറേ റിക്വസ്റ്റുകൾ വന്നിരുന്നു കുട്ടികളുടെ ഡ്രസ്സിനെ പറ്റിയിട്ട്, അതായത് ബോയ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുക, അങ്ങനത്തെയൊക്കെ പറ്റിയിട്ടുള്ള റിക്വസ്റ്റുകൾ വന്നിരുന്നു. പക്ഷെ ഇതുവരെ ഞാൻ ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാറ്റഗറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം. പിന്നെ മോൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ അതിന് അവനുള്ള ഒരു കുട്ടി സർപ്രൈസ് പോലെ ആയിക്കോട്ടെ ഈ ഒരു ഹോൾ വീഡിയോ എന്ന് ഞാൻ കരുതി. അപ്പം അവൻ്റെ സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ കൂടെ തരുന്ന ഒരു ഹോൾ വീഡിയോ കൂടിയായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെന്ന് കാണാം. അപ്പോൾ നേരെ വീഡിയോയിലെത്തി. ഞാൻ അവന് വേണ്ടി സെലക്ട് ചെയ്തതെല്ലാം തന്നെ നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റാണ്. ബ്രാൻഡുകൾ കേൾക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമല്ല, ബ്രാൻഡുകളിൽ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പോളോ ടീഷർട്ടാണ് കേട്ടോ. ഇത് അലൻസോളിയുടേതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലോക്കൽ സ്റ്റോഴ്സിൽ പോകുമ്പം, അതായത് ലോക്കൽ സ്റ്റോഴ്സ് ഇൻ ദ സെൻസ് ബ്രാൻഡ്സിൻ്റെ തന്നെ, ചില ബ്രാൻഡ്സിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മാക്സിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അധികവും ഒരേ മോഡൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് തന്നെ കാണാം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഓൺലൈനിൽ എടുക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ അല്ലാത്ത കളർ കോമ്പിനേഷൻ അവനില്ലാത്ത ടൈപ്പൊക്കെ എടുക്കണം. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി. നല്ല ബ്രൈറ്റ് കളറുമാണ്, കുട്ടികൾക്ക് നല്ല രസം ഉണ്ടാവും. അലൻസോളിൻ്റെ ആണെങ്കിൽ കൂടിയും എനിക്ക് തോന്നിയത് ഒരു 600 സംതിങ് ആ ഒരു റേഞ്ചിനാണ് കിട്ടിയത്. ആൻഡ് സെയിൽ നടക്കുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ വയസ്സ് നോക്കി തന്നെ എടുത്തേ. ഇത് 11 to 12 ഇയേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ അവനിപ്പം 11 വയസ്സാവും മോന്. അപ്പോൾ ആ ഒരു ഇതിൽ ഉള്ളതാണ് എടുത്തത്. ഇത് റെഗുലർ ഫിറ്റ് ആണ് മോന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. അടുത്തത് US പോലോയുടെ ഒരു സ്ലീവ്ലെസ് എടുത്തു. ഇതും ആ 11 to 12 തോന്നുന്നു എടുത്തത്. 10 to 12 ഇയേഴ്സിൻ്റെ അടുത്ത്. അതുകൊണ്ട് ലൂസാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ അവനിങ്ങനെ സ്ലിം ഫിറ്റിനേക്കാളും കുറച്ച് ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ടീഷർട്ടുകളാണ് എനിക്ക് അവനിടാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ എടുത്തത്. ഇതിന് 11 ഇയേഴ്സിൻ്റെ ഇല്ല, 10 to 12 അങ്ങനെയുള്ള. നല്ല കംഫർട്ടബിളാണ് ഇടാനൊക്കെ. പിന്നെ നല്ല കളർ കോമ്പിനേഷനും. അടുത്തത് പ്യൂമയുടെ ഒരു ടീഷർട്ടാണ്. ഇതെനിക്ക് കിട്ടിയത് 399 രൂപക്കാണ്. ഇതും ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. റെഗുലർ ഫിറ്റ് ആണ്. ഇത് ഞാൻ എടുത്ത ഇത് 11 to 12 ഇയേഴ്സാണ്. പിന്നെ ഞാൻ എടുത്തത് മാക്സിൻ്റെ ഷോർട്സ് ആണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് വീട്ടിലിടുന്ന സാധനങ്ങളാണ്. അതാണ് ഏറ്റവും വേഗത്തിൽ പോകുന്നത്. പിന്നെ പുറത്തൊക്കെ പോകുന്നത് നമ്മൾ വല്ലപ്പോഴും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ എടുത്തു വെച്ചാലും അവൻ വളർന്നതിനനുസരിച്ച് ചെറുതായി പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ പുറത്ത് പോകുന്ന തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത് മാക്സിൻ്റെതാണ്, മാക്സിൻ്റെ ഷോർട്സ് ആണ്. ഇത് ഞാൻ എടുത്തത് 9 to 10 ആണ്. ആള് കുറച്ച് മെലിഞ്ഞത് കൊണ്ട് ഈ ഷോർട്സ് പാൻസൊക്കെ വരുമ്പോഴത്തേനും അവൻ്റെ വയസ്സിൻ്റെ താണിട്ടാണ് ഞാൻ എടുക്കുക. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. ഡ്രോ സ്ട്രിങ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, 200 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു വാച്ച് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടൈറ്റാൻ്റെ തന്നെ കുട്ടികളുടെ ബ്രാൻഡായ സൂപ്പിൻ്റെ ഒരു വാച്ചാണ് വാങ്ങിച്ചത്. ആക്ച്വലി അവന് ഇലക്ട്രോണിക്സിന്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് അതിൻ്റെ വാച്ചായിരുന്നു. പക്ഷെ വലിയ ചങ്കി സൈസ് ഉള്ളത് അവൻ്റെ കയ്യിലുള്ള. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഇത് ഞാൻ കാണിച്ചു കൊടുത്തു വാച്ച് വാങ്ങിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതെന്താ ആദ്യം ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ വാങ്ങുന്നതൊക്കെ ഇങ്ങനെ വലിയ വലിപ്പമുള്ള വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ വാച്ച്. ഇതിൻ്റെ തന്നെ ഈ സൂപ്പിൻ്റെ തന്നെ പല കളർ ചേഞ്ചിലും നല്ല ഭംഗിയുള്ളതുണ്ട് കേട്ടോ. എനിക്കൊന്ന് ചങ്കി സ്റ്റൈൽ ഉള്ളതുമുണ്ട്. പിന്നെ അതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തത്. ഇത് നമുക്ക് കിട്ടുന്നത് ഒരു 600 സംതിങ് ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. എനിക്കിഷ്ടമായി ഈ വാച്ച്.
പിന്നെ വാങ്ങിച്ചത് നിങ്ങൾ ഈ കാണുന്ന സഫാരിയുടെ ബാക്ക് പാക്കാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു കളറിലുള്ള ബാഗല്ല ഓർഡർ ചെയ്തത്. എനിക്ക് അവർ അയച്ചു തന്നത് ഇതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടമായി. ക്വാളിറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സഫാരിയുടെ ഇതല്ലേ. 3 സിപ്പ് ലോക്സ് വരുന്നുണ്ട്. എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആണ്. ലൈനിങ്ങും എല്ലാം നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടുത്തത് ഈ ഒരു കുഞ്ഞ് ബാഗാണ്, ലെവി സ്പോട്ടിൻ്റെ. ഇതിന് 199 രൂപയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇങ്ങനെ ഉച്ചവരെയുള്ള ക്ലാസ് ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ ഈ ഒരു കുഞ്ഞി ബാഗ് എടുക്കാം. 2 സിപ്പ് ലോക്സ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സിപ്പ് ലോക്സ് ഒക്കെയാണ്. ലൈനിങ്ങും നല്ലതാണ്. തീരെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഹോൾ വീഡിയോ ചെയ്യുമ്പം എനിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങാണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഈവൻ ഈ ഒരു ഹോളിൽ എനിക്കും കൂടെ ഒരു സാധനം എന്തായാലും വാങ്ങാൻ. അങ്ങനെ ഞാൻ ദ ക്ലൗൺ ഫിഷ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മേക്കപ്പ് പൗച്ച് എടുത്തു കേട്ടോ. എന്ത് വലിയ പൗച്ചാണ് ഇത്! ട്രാവലിംഗ് പൗച്ച്, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും എനിക്ക് ഇഷ്ടമായി. ഡിഫറെൻറ്റ് ഡിസൈൻ ഉണ്ട്, ഡിഫറെൻറ്റ് സൈസിലുള്ളതും ഉണ്ട് തോന്നും. പല ഡിസൈനിലുള്ള ഇങ്ങനത്തെ ബാഗുകളുണ്ട്, പൗച്ചുകൾ. എൻ്റെ അമ്മ, ഒരുപാട് സ്പേഷ്യസ് ആണ്. കണ്ടോ, കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് പല ഡിസൈൻ അനുസരിച്ചിട്ട് പല റേറ്റ് ഉണ്ട്. 500 സംതിങ്, 600, 700, 800 അങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട്. നല്ല മെറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂളും അതുപോലെ തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞ ഒരു റാൻഡം ഹോൾ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.